കുടുംബ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഹലോ. കൊച്ചിന്റെ കല്യാണം ഇങ്ങെടുത്തു. ആകെ 15 ദിവസമേ. നിങ്ങൾ ഇവിടെ കളിച്ചോണ്ടിരുന്നോ? എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞല്ലേ? ഇനി അടുത്തുള്ള വീടുകളിലൊക്കെ ഒന്ന് വിളിച്ചാ മതി. നീ എവിടെ എങ്ങാനും പോയി കളിച്ചേ. നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ബന്ധമാ ദൈവം നമുക്ക് ഒരുക്കിയത്. സ്വന്തമായി ഗൾഫിൽ ബിസിനസ്, അതും ഈ ചെറുപ്രായത്തിൽ. നമ്മുടെ പെണ്ണിനെ അവൻ ഇഷ്ടപ്പെട്ടല്ലോ. അവക്ക് എന്താടി ഒരു കുറവ്? അവളെ എന്റെ മോളാ. ജോർജ്, എന്നതാടാ നീ ആ പന്തലക്കാരുടെ കാര്യം ഇതുവരെ ശരിയാക്കിയില്ലേ? ചേട്ടാ, ഒരു പ്രശ്നമുണ്ട്. എന്നതാടാ? ആ ചെറുക്കനെ കുറിച്ച് നല്ല അഭിപ്രായമല്ലേ കേൾക്കുന്നത്. നമ്മൾ ഒന്നുകൂടി ആലോചിക്കേണ്ടതായിരുന്നു. നമുക്ക് ഈ കല്യാണം വേണ്ട ചേട്ടാ. നീ ഇത് എന്നാ ജോർജ് ഈ പറയുന്നേ? എല്ലാ അറേഞ്ച്മെന്റും ചെയ്തിട്ട് നാട്ടുകാരോട് നമ്മൾ ഇനി എന്നാ പറയും? നമുക്ക് നമ്മുടെ മോളല്ലേ ചേട്ടാ വലുത്. മോളെ, നീങ്ങ വന്നേ. മോളെ, ഞാൻ പറയുന്ന കാര്യം ഇനി മോള് ശ്രദ്ധിച്ച് കേൾക്കണം. മോൾക്ക് വിഷമമുണ്ടാവും, പക്ഷേ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. എന്താ അപ്പാ? ഈ കല്യാണം നടക്കില്ല മോളെ. നിങ്ങൾ എന്ത് മണ്ടത്തരായി പറയുന്നേ? അവന് വേറെ പെണ്ണുമായിട്ട് ബന്ധമുണ്ട്. നമ്മളൊന്നും അന്വേഷിക്കാതെ ഇറങ്ങിയതാ കുഴപ്പമായത്. എന്റെ പപ്പ ഇതെന്നോട് ബിനുവേട്ട നേരത്തെ പറഞ്ഞിരുന്നു. എന്ത്? ഇത്രയും ചെറുപ്പത്തിൽ വലിയ ബിസിനസ് ഉള്ള ആൾക്ക് ശത്രുക്കള് ധാരാളമാ. ബിനുവിന് ആലോചിച്ച കല്യാണം എല്ലാം മുടങ്ങിയത് ഇതേ കാരണം കൊണ്ടാ. ഇങ്ങനെ ഒരു അപവാദ പ്രചരണം നടക്കുന്നതിനെ കുറിച്ച് ബിനുവേട്ട നേരത്തെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് പപ്പ ഇതൊന്നും കാര്യാക്കണ്ട. പക്ഷെ എന്നോട് പറഞ്ഞത് എന്റെ അനിയനാടി. നിങ്ങളുടെ ഒരു അനിയൻ സ്നേഹം നടിച്ച് എന്റെ മോളുടെ സൗഭാഗ്യം എല്ലാം നശിപ്പിക്കും. നീ വരുന്നോ? മോളെ, ജോസേട്ടാ, ചേട്ടൻ ഇവിടെ ഇല്ല, പുറത്തു പോയതാ. കയറിയിരിക്കും ജോർജെ. എൻ്റെ ചേട്ടൻ്റെ മോളെന്ന് പറഞ്ഞാൽ അതെനിക്ക് മോള് തന്നെയാ. അവൾക്ക് പ്രശ്നമുണ്ടാകുന്ന ഒരു കാര്യത്തിലും ഞാൻ കൂട്ടു നിൽക്കില്ല. ഞങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ വല്ല പദ്ധതിയും കണക്ക് കൂട്ടുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല. ഈ കല്യാണം വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, മറിച്ചെന്തെങ്കിലും ചെയ്താൽ ബിനുവേട്ടൻ എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കഴിഞ്ഞോ? കഴിഞ്ഞു. ദേ നോക്ക്, നിങ്ങളുടെ അനിയൻ എന്തായാലും കല്യാണത്തിന് സമ്മതിക്കൂല.
അതുകൊണ്ട് ഞങ്ങളൊരു പ്ലാൻ ചെയ്തു. എന്ത്? ആദ്യം രജിസ്റ്റർ ഓഫീസിൽ പോയി ആരും അറിയാതെ കല്യാണം രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ കഴിഞ്ഞ മോൾക്കും കൂടി വിദേശത്ത് പോകാനുള്ള പേപ്പറുകൾ ബിനുവിന് ശരിയാക്കാം. അതിനുശേഷം നമുക്ക് നിശ്ചയിച്ച പ്രകാരം പള്ളിയിൽ വെച്ച് മിന്നുകെട്ട്. അന്ന് തന്നെ അവർ വിദേശത്തേക്ക് പോകുന്നു. അതൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ? ഇനിയൊന്നും ആലോചിക്കാനില്ല. എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. ബിനുമോൻ രജിസ്റ്റർ കാര്യങ്ങളെല്ലാം ശരിയാക്കിയിട്ടുണ്ട്. നാളെ അവൻ എയർപോർട്ടിലെത്തും. നമ്മളും പോകുന്നു. നാളെ തന്നെ കല്യാണം രജിസ്റ്റർ ചെയ്യുന്നു. ഒന്ന് വേഗം പോ, ഫ്ലൈറ്റ് ഇപ്പൊ വരും. എന്നെ പറ്റിച്ച് കല്യാണം നടത്താനുള്ള പരിപാടിയായിരുന്നു അല്ലേ? അതാരാന്ന് നോക്ക്. ആലോചിച്ച് ബുദ്ധിമുട്ടേണ്ട സാറേ. സാറിന് എന്നെ ഓർമ്മയുണ്ടാവില്ല. സാറ് വർഷങ്ങളായി നിർധനരായ കുട്ടികളെ പഠിപ്പിക്കുന്നില്ലേ? ആ കൂട്ടത്തിൽ സാറിന്റെ സഹായം കൈപ്പറ്റിയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ഞാനിപ്പോൾ ഗൾഫിൽ ഒരു IT ഫേമിൽ വർക്ക് ചെയ്യുന്നു. ഒരാഴ്ചയായി വന്നിട്ട്. ബിനുവിനെ എനിക്കറിയാം. സാറിനെ പോലുള്ള ഒരാൾക്ക് സ്വന്തം മകളുടെ കാര്യത്തിൽ തെറ്റുപറ്റരുത്. ആലോചിക്കണം. നോക്ക്, പുതിയ നമ്പറുമായിട്ട് അനിയൻ എത്തിയിരിക്കുവാ. മിണ്ടിപ്പോരുത്. ഇവനെ എന്റെ അനിയനാ. എന്റെ അനിയൻ. പാപ്പാ, സാരമില്ല മോളെ, സാരമില്ല. ഐക്യം ചെറിയ ഒരു പദമാണ്. പക്ഷേ ആ ചെറിയ പദത്തിൽ വിശാലമായ കാഴ്ചപ്പാടുകളുണ്ട്. എല്ലാ പ്രസ്ഥാനങ്ങളും, എല്ലാ രാഷ്ട്രങ്ങളും, എല്ലാ സമൂഹങ്ങളും ആഗ്രഹിക്കുന്നത് ഈ ഐക്യമാണ്. ഐക്യമത്യം മഹാബലം എന്നത് പഴമക്കാരുടെ ചുണ്ടുകളിൽ തത്തിക്കളിച്ച വാക്യം തന്നെയാണ്. ഐക്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഒട്ടേറെ അനുഭവങ്ങൾ പ്രേക്ഷകരുടെ മനസ്സുകളിൽ പങ്കുവയ്ക്കാനായി ഉണ്ടാകാം. എനിക്കും നിങ്ങൾക്കും ഓർക്കാനുള്ളത് നമ്മുടെ നാടിനെക്കുറിച്ചാണ്, ഭാരതത്തെക്കുറിച്ചാണ്. ഭാരതം സ്വാതന്ത്ര്യം നേടി. ആ സ്വാതന്ത്ര്യത്തിന് പിന്നിൽ ഒരു മനസ്സുണ്ടായിരുന്നു, ഒരു ജനസമൂഹത്തിൻ്റെ ഐക്യമുണ്ടായിരുന്നു. ഈ ഐക്യത്തിലേക്ക് നയിക്കുവാൻ സമുന്നതരായ നേതാക്കളുണ്ടായിരുന്നു. നമ്മുടെ രാഷ്ട്രം സ്വാതന്ത്ര്യം നേടിയെങ്കിൽ നമ്മുടെ ജനത്തെ ഒന്നിച്ച് നിർത്താൻ, ഒറ്റയ്ക്ക് നിർത്താൻ മഹാത്മജിക്ക് സാധിച്ചു. ഒരു ചരടിൽ പൂവുകളെന്ന പോലെ ഈ രാജ്യത്തെ മക്കളെയെല്ലാം ചേർത്ത് നിർത്തിയപ്പോൾ അവിടെ ഫലമുണ്ടായി. നമുക്ക് നമ്മുടെ നാടിനെ വിട്ടുകിട്ടി ഇംഗ്ലീഷുകാർ ഓടിമറഞ്ഞു. 1947 നമുക്ക് സംജാതമായ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ പിന്നിലെ ശക്തി ഐക്യമാണ്. ഒരു വ്യക്തി, ചില വ്യക്തികൾ എന്നതിനപ്പുറത്ത് നമ്മുടെ ഐക്യമായിരുന്നു. ഈ ഐക്യം രാഷ്ട്രത്തിൽ മാത്രം ഉണ്ടായാൽ പോരാ, എല്ലാ സമൂഹങ്ങളിലും പ്രസ്ഥാനങ്ങളിലും ഉണ്ടാകണം, പ്രത്യേകിച്ച് കുടുംബങ്ങളിലുണ്ടാവണം. ഐക്യമില്ലാത്ത കുടുംബം നശിച്ചു പോകുമെന്നതിന് ഒട്ടേറെ ഉദാഹരണങ്ങളുണ്ട്. നമ്മുടെ കൺമുൻപിൽ നമ്മൾ കണ്ട ഉദാഹരണങ്ങളുണ്ട്. ഐക്യത്തിന് നിദാനം തീർച്ചയായും പൊതുനന്മയാണ്.
രാഷ്ട്രത്തിൻ്റെ പൊതുനന്മ ആഗ്രഹിച്ചുകൊണ്ട് ഒരേ മനസ്സോടെ മനുഷ്യർ എല്ലാ ആളുകളും നിലനിൽക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബങ്ങൾ ഒരേ മനസ്സോടെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിൻ്റെ പൊതുനന്മ മനസ്സിൽ കാണാൻ പറ്റണം. കുടുംബനാഥന്, കുടുംബനാഥയ്ക്ക്, മക്കൾക്ക്, കുടുംബത്തിലെ അംഗങ്ങൾ എല്ലാവർക്കും കുടുംബത്തിൻ്റെ പൊതുനന്മ കാക്ഷിക്കാൻ സാധിച്ചാൽ മാത്രമേ തീർച്ചയായും ഒരേ മനസ്സോടെ നിലകൊള്ളാൻ പറ്റുകയുള്ളൂ. ഞാൻ ഈ ഒരു ആമുഖം നൽകിയത് ദൈവത്തിൽ നിന്ന് മനുഷ്യർ ആഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങളും കൃപകളും അത് യാഥാർത്ഥ്യമാക്കാൻ ഐക്യമുണ്ടാകണമെന്ന് പറയാനാണ്. മനുഷ്യൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന, ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യൻ്റെ ഐക്യത്തിന് മാതൃകയും അടിസ്ഥാനവും ദൈവത്തിൻ്റെ ഐക്യം തന്നെയാണ്. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഏക സത്യ ദൈവവിശ്വാസമാണുള്ളത്. പക്ഷേ ഈ ദൈവത്തെ വചനം അവതരിപ്പിക്കുന്നത്, വെളിപാട് അവതരിപ്പിക്കുന്നത് ത്രിത്വമായിട്ടാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം. ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടി ഏകനായിരിക്കുന്നു. മനുഷ്യൻ്റെ ഐക്യത്തിന് മാതൃക ദൈവത്തിൻ്റെ ഐക്യമാണെന്ന് കാണിക്കുകയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം ഏകനായിരിക്കുന്നു. നിനക്ക്, നിൻ്റെ കുടുംബത്തിന് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം കിട്ടാനുള്ള വഴിയെന്ന് പറയുന്നത് ഐക്യത്തിലായിരിക്കുക എന്നുള്ളതാണ്. ദൈവം മനസ്സറിഞ്ഞ് നിന്നെ, നിൻ്റെ കുടുംബത്തെ, നിൻ്റെ മക്കളെ, തലമുറകളെ അനുഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ ഐക്യത്തിൻ്റെ മനോഭാവം ഉണ്ടാവണം. കാരണം ദൈവം ഐക്യത്തിന് മാതൃകയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം ഒന്നായിരിക്കുന്നെങ്കിൽ നിനക്ക് ദൈവത്തിൽ നിന്ന്, നിൻ്റെ കുടുംബത്തിന് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ കിട്ടാൻ ഈ ഐക്യത്തിൻ്റെ മനോഭാവം ഉണ്ടാവണം. എവിടെയാണോ വിഭാഗീയത ഉണ്ടാവുന്നത്, എവിടെയാണോ ശൈഥില്യങ്ങൾ ഉണ്ടാവുന്നത്, അവിടെ ദൈവാനുഗ്രഹങ്ങൾ നിലനിൽക്കുകയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഓർമ്മയിൽ നിന്ന് പറയാൻ ഒട്ടേറെ അനുഭവങ്ങൾ ഉണ്ടാകുമല്ലോ, തകർന്നു പോയ കുടുംബങ്ങളെക്കുറിച്ച്. ഐക്യമില്ലാതിരുന്നു എന്നത് വ്യക്തം. അപ്പനും അമ്മയ്ക്കും മക്കൾക്കും ഒന്നിച്ച് നിൽക്കാൻ പറ്റാതിരുന്നു എന്നത് യാഥാർത്ഥ്യം. അത് വഴി തെളിച്ചത് എന്തിലേക്കാണ്? ദൈവകൃപകൾ നഷ്ടമാക്കുന്നതിലേക്കായിരുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നഷ്ടമാക്കാനായിട്ട് ഇടയാവുന്നു അനൈക്യമുള്ള വ്യക്തികളുണ്ടാകുമ്പോൾ. അനൈക്യത്തിന് കാരണം നമുക്കറിയാം, സ്വാർത്ഥതയാണ്. ഭൂമിയുടെ പേരിലായിരിക്കാം, അല്ലെങ്കിൽ സ്ഥാനത്തിൻ്റെ പേരിലായിരിക്കാം. കുടുംബങ്ങളിലൊക്കെ അനൈക്യം ഉണ്ടാകുന്നു. അനൈക്യം ഉണ്ടായി കഴിയുമ്പോൾ ദൈവകൃപ ചോർന്നൊലിച്ചു പോകും. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലെ ഈ ഒരു അവസ്ഥ നിലനിൽക്കുന്നില്ലേ? നമ്മൾ പള്ളിയിൽ പോകുന്നതിന് കുറവില്ല, കൂദാശകൾ സ്വീകരിക്കുന്നതിന് കുറവില്ല. പക്ഷേ പരസ്പരം വലിച്ചു കീറുന്ന അവസ്ഥയിൽ, മനോഭാവത്തിൽ നിലകൊള്ളുന്നു. ഐക്യത്തെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ പ്രധാനപ്പെട്ട ഒരു ഘടകമെന്ന് പറയുന്നത് വിട്ടുവീഴ്ചയാണ്. കുടുംബത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണത്. വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാവുക. വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടായാൽ മാത്രമേ ഐക്യം യാഥാർത്ഥ്യമാക്കാൻ പറ്റുകയുള്ളൂ. ഐക്യം യാഥാർത്ഥ്യമായാൽ മാത്രമേ ദൈവം നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങൾ സമൃദ്ധമായി ലഭിക്കുകയുള്ളൂ. പിശാച് യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് കുടുംബത്തെ ഛിന്ന ഭിന്നമാക്കാൻ. എവിടെയൊക്കെ മാതാപിതാക്കളും മക്കളും തമ്മിൽ, സഹോദരങ്ങൾ തമ്മിൽ അനൈക്യം നിലനിൽക്കുന്നുണ്ടോ അവിടെ ദൈവത്തിൻ്റെ രാജ്യം നടക്കുന്നു എന്നതിനേക്കാൾ കൂടുതലായി പിശാചിൻ്റെ രാജ്യം യാഥാർത്ഥ്യമാകുകയാണ്. ദൈവരാജ്യം നിങ്ങളിലാണ് എന്ന് വചനം പഠിപ്പിക്കുന്നുണ്ടല്ലോ. ദൈവരാജ്യം നിങ്ങളിലാണ് എന്ന് പറഞ്ഞാൽ ദൈവം ഭരണം നടത്തുന്ന ഒരു കുടുംബമാണ് നമ്മുടേതെങ്കിൽ അവിടെ ഐക്യം യാഥാർത്ഥ്യമാവേണ്ടത്.
നമ്മുടെ കടന്നുപോയ കുടുംബജീവിതങ്ങളുടെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഈ ഒരു ഐക്യത്തിൻ്റെ പാഠം എൻ്റെ പ്രിയ സഹോദരങ്ങളെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയേണ്ടത്. നമുക്ക് നമ്മുടെ തലമുറകൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ലല്ലോ. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കൂടാതെ നമുക്ക് നിലനിൽക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് ഭൗതികമായ നേട്ടങ്ങൾ, നമ്മുടെ കുടുംബങ്ങൾക്ക് ഭൗതികമായ നേട്ടങ്ങൾ മാത്രം കിട്ടിയത് കൊണ്ടായില്ലല്ലോ. എല്ലാ തരത്തിലുമുള്ള നേട്ടങ്ങൾ ഉണ്ടാവേണ്ടതല്ലേ. അതിന് സാധിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരേ മനസ്സോടെ നമുക്ക് നിലകൊള്ളാൻ പറ്റണം. ഇവിടെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നമ്മുടെ കുടുംബത്തിലെ തന്നെ ഓരോരുത്തരുടെയും നന്മയാണ്. എൻ്റെ നന്മ ഞാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ എൻ്റെ കുടുംബത്തിലെ മറ്റേ ആളിൻ്റെ നന്മ കാക്ഷിക്കാൻ എനിക്ക് പറ്റാത്ത സാഹചര്യമുണ്ടെങ്കിൽ അത് അനൈക്യത്തിലേക്ക് കൊണ്ടുപോവുകയുള്ളൂ. നിലനിൽക്കുന്ന ഒരു കുടുംബജീവിതത്തിന്, നിലനിൽക്കുന്ന കുടുംബജീവിത സംവിധാനത്തിന് പ്രധാനപ്പെട്ടതാണ് ഓരോരുത്തരും മറ്റൊരുവൻ്റെ നന്മ കാക്ഷിക്കുക എന്നുള്ളത്. തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നതാണ്. ഓരോരുത്തരും അവനവൻ്റെ നന്മ മാത്രം കണ്ടാൽ പോരാ, അന്യൻ്റെ നന്മയും കാക്ഷിക്കണമെന്ന് വചനം പഠിപ്പിക്കുന്നു. ഇവിടെയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മിലേക്ക് സമൃദ്ധമായിട്ട് ചൊരിയുന്നത്. അതുകൊണ്ട് ഐക്യം എവിടെയുണ്ടോ, ഒരേ മനസ്സോടുകൂടെ നിലനിൽക്കാനായിട്ട് എവിടെ ആർക്ക് സാധിക്കുന്നുവോ അവിടെ ഐക്യത്തിൻ്റെ ദൈവം അനുഗ്രഹം ചൊരിയും. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല എന്ന് പറയുന്ന വചനം നമുക്കിവിടെ ഓർക്കാം. അനൈക്യ മനോഭാവമുള്ള ആളുകൾ ദൈവത്തെ മറന്നു പോകുന്നവരാണ്. താൻ നേടുന്നതെല്ലാം കൊണ്ട് തനിക്ക് ജീവിക്കാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. അവിടെ ദൈവഭക്തിക്ക്, ദൈവാശ്രയബോധത്തിന് പ്രാധാന്യമില്ല. വെറും നാമമാത്ര ക്രിസ്ത്യാനികളായി ജീവിക്കുന്ന മനോഭാവമാണ് അവിടെ ഉണ്ടാകുന്നത്. പ്രായോഗിക തലത്തിൽ ദൈവത്തെ വിട്ടുകളയുന്ന മനോഭാവമാണ്. അതുകൊണ്ട് അനൈക്യത്തിലേക്ക് നയിക്കുന്ന, ശൈഥില്യത്തിലേക്ക് നയിക്കുന്ന, വിഭാഗീയതയിലേക്ക് നയിക്കുന്ന മനോഭാവം നിനക്കുണ്ടെങ്കിൽ ഓർക്കുക, ദൈവത്തിൻ്റെ അനുഗ്രഹം നിന്നിൽ അവിടുന്ന് നൽകുകയില്ല. നിന്നിലൂടെ ദൈവാനുഗ്രഹം യാഥാർത്ഥ്യമാവുകയില്ല. വരും തലമുറകൾക്ക് എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഈ ഐക്യത്തിൻ്റെ സന്ദേശം നമുക്ക് കൈമാറുന്നതിന് ശ്രദ്ധിക്കാം. ഈ കുടുംബത്തിനുള്ളിൽ നിലനിൽക്കുന്ന ആ ഐക്യമാണ് സഹജീവികളുമായിട്ടുള്ള ഐക്യത്തിലേക്ക് നമ്മെ നയിക്കേണ്ടത്. ഇന്ന് നമ്മുടെ നാട്ടിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ മതത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും അതുപോലെ തന്നെ ഭാഷയുടെയും ഒക്കെ അടിസ്ഥാനത്തിലുള്ള വിഭാഗീയത വളർന്നു വരികയാണ്. അവിടെ ക്രൈസ്തവന് പ്രത്യേകമായ ഒരു ദൗത്യമുണ്ടെന്ന് ഞാൻ പറയും. എല്ലാ മനുഷ്യരിലേക്കും കടന്നു ചെന്നുകൊണ്ട് അവരുടെ നന്മ ആഗ്രഹിച്ചുകൊണ്ട് ഐക്യം പുലർത്താനായിട്ട് സാധിക്കും. നമുക്കറിയാം, എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ സൃഷ്ടികൾ തന്നെയാണ്. എല്ലാ മനുഷ്യരും ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാ. ആരെയും നമുക്ക് മാറ്റി നിർത്താനായിട്ടാവുകയില്ല. നീ നിൻ്റെ നന്മയെ കാക്ഷിക്കുന്നത് പോലെ നിൻ്റെ അയൽവക്കക്കാരൻ്റെ നന്മയെ കാക്ഷിക്കാൻ ഇടയാകുന്ന മനോഭാവം ഉണ്ടാകുമ്പോൾ തീർച്ചയായും അവിടെ ഐക്യം സംജാതമാകും. ഈ ഐക്യം വന്നു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉറപ്പാണ്. വർഷകാലത്തെ മഴ പോലെ പെയ്തിറങ്ങും. അവിടെയാണ് മനുഷ്യന് നിത്യകാലം സന്തോഷം അനുഭവിക്കാൻ സാധിക്കുക. ഈ സന്തോഷത്തിലേക്ക് ദൈവം നമ്മളെ നയിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതിനായി പ്രാർത്ഥിക്കാം. കുടുംബ ബന്ധങ്ങളിൽ ഐക്യ മനോഭാവം പുലർത്തുന്ന ഒട്ടേറെ കുടുംബങ്ങൾ ഇന്ന് നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കുടുംബങ്ങളെ ഏറെ നാം പരിചയപ്പെടാറുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു കുടുംബത്തെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ആ കുടുംബത്തിൻ്റെ വാക്കുകളിലേക്ക്, അവരുടെ സാക്ഷ്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.
ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, എൻ്റെ പേര് ബ്രിസ്റ്റോ. ഞാൻ LIC തൃശ്ശൂർ ബ്രാഞ്ച് 1-ൽ ഡെവലപ്മെൻറ്റ് ഓഫീസറായിട്ട് ജോലി ചെയ്യുന്നു. ഭാര്യ റീന ടീച്ചറാണ്. 2 മക്കൾ. മൂത്താൾ കെയ്ൻസ് ബ്രിസ്റ്റോ 10ാം ക്ലാസ്സിൽ തൃശ്ശൂർ നിർമ്മല മാതാ സ്കൂളിൽ പഠിക്കുന്നു. അനുജത്തി ആൻമരിയ 7ാം ക്ലാസ്സിലാണ്. നമ്മളിന്ന് ദൈവസ്നേഹത്തെക്കുറിച്ചും അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള പരസ്പര സ്നേഹത്തെക്കുറിച്ചും ഐക്യത്തെക്കുറിച്ചൊക്കെയാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജനിച്ചതും വളർന്നതും എറണാകുളത്ത് വൈറ്റില പ്രദേശത്താണ്. എനിക്ക് ദൈവസ്നേഹത്തെക്കുറിച്ചും മനുഷ്യസ്നേഹത്തെക്കുറിച്ചുള്ള ബാലപാഠങ്ങൾ പകർന്നു തന്നത് എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ഞങ്ങളുടെ വലിയ കുടുംബാംഗങ്ങളാണ്. അതായത് എനിക്ക് ഞങ്ങൾ 6 സഹോദരന്മാരും 2 സഹോദരിമാരും അടങ്ങുന്ന കുടുംബമാണ്. അപ്പോൾ ദൈവസ്നേഹത്തെക്കുറിച്ചും പരസ്പരം സഹോദരന്മാർ തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ചൊക്കെ എനിക്ക് പഠിപ്പിച്ചു തന്നത് എൻ്റെ മൂത്ത സഹോദരങ്ങളും അവരുടെ ജീവിത പങ്കാളിമാരൊക്കെയാണ്. വലിയൊരു കൂട്ടുകുടുംബത്തിൻ്റെ അടിത്തറയിൽ നിന്നാണ് ഞാൻ വളർന്നത്. സ്വാഭാവികമായിട്ടും പരസ്പര സ്നേഹത്തിലും പരസ്പര ഐക്യത്തിലും വളർന്ന മറ്റുള്ള കുടുംബങ്ങൾക്ക് മാതൃകയായി വളർന്ന ഒരു കുടുംബത്തിലാണ് ഞാൻ വളർന്നത്. മറ്റുള്ളവരെ സ്നേഹിക്കുവാനും അതുപോലെ തന്നെ ദൈവസ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനൊക്കെ സാധിക്കുന്നത് ഒരുപക്ഷെ അത്തരത്തിലുള്ളൊരു കുടുംബത്തിൽ വളർന്നതുകൊണ്ടാണ്. രണ്ടാമതായി മതബോധന രംഗത്ത് അധ്യാപകനായി ജോലി ചെയ്യുന്നത് 25 വർഷം പിന്നിടുകയാണ്. പൊന്നുരുന്നി കപ്പൂച്ചിൻ ആശ്രമത്തിലാണ് മതാധ്യാപകനായി സേവനം ചെയ്യാനുള്ള വിളി ലഭിച്ചത്. ജോലി സംബന്ധമായി തൃശ്ശൂർ വന്നതിന് ശേഷം തൃശ്ശൂർ തിരുഹൃദയ ലത്തീൻ പള്ളിയിൽ ഇപ്പോൾ മതാധ്യാപകനായി സേവനം ചെയ്യുന്നു. എൻ്റെ ഭാര്യയും ആ പള്ളിയിൽ ഇപ്പോൾ ഹെഡ് മിസ്ട്രസ്സായിട്ട് സേവനം ചെയ്യുന്നു. ഞങ്ങളുടെ കുടുംബം ഒരുമിച്ചുകൊണ്ട് ഈ പ്രേക്ഷിത വിലയ്ക്ക് പോകുന്നു. ദൈവസ്നേഹത്തെക്കുറിച്ചും പരസ്പര സ്നേഹത്തെക്കുറിച്ചൊക്കെ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള പരസ്പര സ്നേഹത്തെക്കുറിച്ചൊക്കെ മതബോധന ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇത്രയും വർഷം പകർന്നു കൊടുക്കുന്നത് കൊണ്ട് ഒരു കുടുംബം എങ്ങനെയായിരിക്കണം, കുടുംബാംഗങ്ങൾ തമ്മിൽ എങ്ങനെയായിരിക്കണം എന്നൊക്കെ ഒത്തിരി പഠിക്കുവാൻ സാധിച്ചു. അതുപോലെ തന്നെ തൃശ്ശൂർ രൂപതയിലെ ലോഫ് എന്ന് പറയുന്ന കുടുംബങ്ങളുടെ കൂട്ടായ്മയിലേക്ക് 5 വർഷത്തിന് മുമ്പ് ഞങ്ങളെ വിളിച്ചു. അതും ഒരു ദൈവവിളിയായിട്ട് ഞങ്ങൾ ഏറ്റെടുത്തു. എൻ്റെ പേര് റീന. ഞാൻ തൃശ്ശൂർ സെൻറ്റ് ജോസഫ് സ്കൂളിലെ അധ്യാപികയാണ്. ഞങ്ങളൊരു 14 വർഷത്തോളമായി തൃശ്ശൂരിൽ ആയിരിക്കുന്നത്. ചെറുപ്പകാലത്ത് കുറച്ച് സഹനത്തിൻ്റെ വഴിയിലൂടെ ദൈവം കടന്നു പോകാൻ അനുവദിച്ചത് കൊണ്ടാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ ദൈവത്തെ കണ്ടുമുട്ടാനുള്ള ഒരു സുവർണ അവസരം എനിക്ക് സിദ്ധിക്കുകയുണ്ടായി. എൻ്റെ ചെറിയൊരു ഫാമിലിയിലെ അംഗമാണ് ഞാൻ. അപ്പച്ചനും അമ്മച്ചിയും ഒരു സഹോദരനും മാത്രമേ ഉള്ളൂ. വിവാഹം കഴിച്ചു വന്നത് ചേട്ടൻ്റെ ഫാമിലി എന്ന് പറയുന്നത് ഒരു വലിയൊരു കൂട്ടുകുടുംബമാണ്. ഒരു വലിയൊരു അത്ഭുത ലോകത്തേക്ക് കടന്നു വന്ന പ്രതീതിയായിരുന്നു എനിക്ക്. ശരിക്കും സ്നേഹത്തിൻ്റെ ഒരു വലയം, നല്ലൊരു അപ്പച്ചനും അമ്മച്ചിയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളും അവരുടെ ഭാര്യമാരും അവരുടെ മക്കളും വളരെ ആനന്ദകരമായൊരു ജീവിതത്തിലേക്കാണ് ദൈവം എനിക്ക് പ്രവേശിക്കാൻ അനുവദിച്ചത്. എന്തെങ്കിലും ഒരു വീഴ്ചയുണ്ടാകുമ്പോൾ, എന്തെങ്കിലും ഒരു നഷ്ടം ഏതെങ്കിലും ഒരു സഹോദരനുണ്ടാകുമ്പോൾ എല്ലാവരും ഓടി ആ ഒരു വ്യക്തിയെ താങ്ങി ഉയർത്തുന്ന അനുഭവം ചേട്ടൻ്റെ ഫാമിലിയിൽ വന്നപ്പോൾ ഞാൻ ഒരുപാട് കാണുകയുണ്ടായി. എനിക്ക് വളരെ അതിശയം തോന്നിയിട്ടുണ്ട്. കാരണം ചെറിയൊരു തർക്കം, ഇത്രയും അംഗങ്ങളുള്ള ഒരു 50 പേരോളം അടങ്ങുന്ന ഒരു കുടുംബത്തിൽ ചെറിയൊരു തർക്കങ്ങൾ പോലും ഇല്ലാതെ ഇതെങ്ങനെ ഇത് മുന്നോട്ട് നയിക്കുന്നു എന്ന് ഓർത്ത് പലപ്പോഴും ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ ഒരു വലിയ ശക്തിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ ആ ഒരു അടിത്തറ എനിക്ക് ലഭിച്ചതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിലുള്ള എല്ലാ അവസ്ഥകളിലും, സഹനത്തിൻ്റെ മേഖലകളിലാണെങ്കിലും
സന്തോഷത്തിലാണെങ്കിലും ആ ഒരു ദൈവകൃപയെ, ദൈവവിശ്വാസവും ദൈവസ്നേഹത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ദൈവം എന്നെ അനുവദിക്കുന്നുണ്ട്. സഹോദരന്മാർ തമ്മിലുള്ള യോജിപ്പ്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പരസ്പര ലയം, അയൽവാസികൾ തമ്മിലുള്ള സൗഹൃദം, ഞങ്ങളുടെ കുടുംബത്തിൽ അതൊത്തിരി ദർശിക്കുവാൻ സാധിച്ചു. വീട്ടിലുള്ള കുടുംബാംഗങ്ങളിലെ പ്രാർത്ഥനാ ജീവിതവും അതുപോലെ തന്നെ പരസ്പര ഐക്യവും കുടുംബ പ്രാർത്ഥനയും അതുപോലെ സഭയോട് ചേർന്നുള്ള ജീവിതവും മറ്റുള്ളവർക്ക് മാതൃകയാക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനവും ഞങ്ങളെ ഈ ഒരു കെട്ടുറപ്പിലേക്ക്, ഐക്യത്തിലേക്ക്, ആ കുടുംബത്തിൻ്റെ വലിയൊരു ശക്തിയിലേക്ക് ദൈവം നയിച്ചത് അതുകൊണ്ടാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ദൈവസ്നേഹത്തിലും സഹോദര സ്നേഹത്തിലും ജീവിക്കുന്നത് കൊണ്ട് കുടുംബത്തിലെ ഏതെങ്കിലും ഒരു സഹോദരൻ്റെ ആവശ്യം വരുമ്പോൾ ആ സഹോദരനോട് കൂടെ ചേർന്ന് നിന്നുകൊണ്ട് വിവാഹ കാര്യമായാലും കുടുംബത്തിലെ ഏതൊരു കാര്യമായാലും അതിനോടൊത്ത് സഹകരിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതുകൊണ്ട് ആർക്കും ഭാരമില്ലാതെ ഒരു പരിപാടി നടത്തുവാൻ സാധിക്കും. അതുപോലെ തന്നെ കുട്ടികളുടെ പഠനം, എൻ്റെ കുട്ടി എൻ്റെ സഹോദരൻ്റെ കുട്ടി എന്നുള്ള വ്യത്യാസമില്ല. കുട്ടികളുടെ പഠനാവശ്യത്തിന് എല്ലാവരും ഒത്തൊരുമിച്ച് എൻ്റെ മക്കളാണ് എന്നുള്ളൊരു വിചാരത്തോടു കൂടിയാണ് എല്ലാവരും പ്രവർത്തിക്കുന്നത്. പരസ്പരം ദൈവസ്നേഹം പങ്കുവെച്ചുകൊണ്ടാണ് എല്ലാവരും ജീവിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, കൃപയും അനുഗ്രഹവും സമൃദ്ധമായി ഞങ്ങളിൽ വർഷിക്കണമേ. ഞങ്ങൾ ഏറ്റുപറയുന്നു, അങ്ങ് ഐക്യത്തിൻ്റെ ദൈവമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ബന്ധങ്ങളിൽ ഐക്യം നിലനിൽക്കണമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ശൈഥില്യത്തിലേക്കും വിഭാഗിതയിലേക്കും നയിക്കപ്പെടാതെ ഐക്യത്തിൽ നിലനിൽക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ദൈവമേ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുഹൃദയമേ, തിരുമുൻപിൽ ഞങ്ങളുടെ കുടുംബങ്ങളെ അർപ്പിക്കുന്നു. തിരുഹൃദയമേ, തിരുഹൃദയമേ, ഞങ്ങളുടെ വീടിനെ കാക്കണേ. തിരുഹൃദയത്തിൽ, തവ ഹൃദയത്തിൽ ഒരു പുണ്യസൂനമായി ചേർക്കണേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.